Hello friends, എല്ലാവർക്കും ടെക്നിക് ബോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളൊരു യൂട്യൂബർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്. യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു കസ്റ്റം യു ആർ എൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. കസ്റ്റം യു ആർ എൽ എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ യു ആർ എൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും www.youtube.com/technicalbrowser എന്നാണ് എൻ്റെ യു ആർ എൽ. പക്ഷേ ആദ്യം അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ എല്ലാവരുടെയും പോലെ തന്നെ എൻ്റെ www.youtube.com/ പിന്നെ എന്തൊക്കെയോ എന്താ പറയുക, എന്തൊക്കെയോ ലെറ്റേഴ്സും സിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു യു ആർ എൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ രീതിയിലേക്ക് നിങ്ങൾക്ക് യു ആർ എൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് www.youtube.com/ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. നല്ല എന്താ പറയുക, അധികം അടിക്കാനൊന്നും വേണ്ട, കുറച്ചേ ഉള്ളൂ, സിമ്പിളാണ്, ലെങ്ത്ത് കുറവാണ്. പോരാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റും. നിങ്ങളുടെ ചാനലിൻ്റെ നെയിമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, www.youtube.com/ പിന്നെ നിങ്ങളെ ചാനലിൻ്റെ നെയിം കൊടുക്കണമെന്നില്ല, വേറെ എന്ത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും ഇത് ഈ പറഞ്ഞുള്ള കാര്യം നിങ്ങൾ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, അതായത് വേറെ ഒന്നുമില്ല, അതിലേക്കൊന്നും വേണ്ട, www.youtube.com/ പിന്നെ നിങ്ങൾ ആ ഒരു എന്താണോ കൊടുത്തിട്ടുള്ള ആ ഒരു പേരടിച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു നിങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് പോകാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ല, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ചാനലൊരു യൂട്യൂബ് കസ്റ്റം യു ആർ എൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ വെച്ചാൽ നിങ്ങളെ ചാനലൊരു 100 സബ്സ്ക്രൈബേഴ്സെങ്കിലും വേണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ ചാനലൊരു പ്രൊഫൈൽ, ഒരു ഐക്കൺ, ഒരു ലോഗോ എങ്കിലും വേണം. അപ്പോൾ അത് എല്ലാ ചാനലിലും ഉണ്ടാകുന്നതായിരിക്കും, ഒരു ഐക്കൺ. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ ചാനലിൽ ഒരു ചാനൽ ആർട്ട് അല്ലെങ്കിൽ ചാനൽ ബാനർ വേണം. അത് പലരും വെക്കാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് അതിൻ്റെ ഒരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 30 ദിവസമെങ്കിലും ആയിരിക്കണം. 30 ദിവസത്തിൻ്റെ ഒരു പഴക്കമെങ്കിലും നിങ്ങളുടെ ചാനൽ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഉണ്ടായാലാണ് നിങ്ങളുടെ ചാനലിൽ ഒരു കസ്റ്റം യു ആർ എൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം എടുക്കുക. അതിനുശേഷം നിങ്ങളവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ studio.youtube.com എന്ന് സെർച്ച് ചെയ്യുക. എല്ലാം നിങ്ങൾ ലാപ്ടോപ്പിൽ നിന്നാണെങ്കിലും അങ്ങനെ സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഒന്നെങ്കിൽ അത് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ കാണുന്ന ആ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. studio.youtube.com ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പോകുന്നതായിരിക്കും, ലാപ്ടോപ്പ് എന്നല്ലാണെങ്കിൽ ഡയറക്റ്റായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു സെറ്റിങ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. ഞങ്ങളല്ല ആ ഒരു മാർക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളൊന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് സൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സൂം ചെയ്തിട്ട് കണ്ടില്ല ആ ഒരു സെറ്റിങ്സ് ഓപ്ഷൻ കണ്ടില്ലേ, അപ്പോൾ മാർക്ക് ചെയ്ത് തന്ന് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ ഒന്ന് ലോഡ് ചെയ്യും. ഞാനിപ്പോൾ ഒന്ന് സൂം ഔട്ട് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ വലിയൊരു ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം സെറ്റിങ്സിൽ. അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ രണ്ടാമതായിട്ട് ഉണ്ടല്ല ലെഫ്റ്റ് സൈഡിൽ ഒരു ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ രണ്ടാമതായിട്ട്, അത് മാത്രം ക്ലിക്ക് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചാനൽ എന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമതായിട്ട് ഇപ്പുറത്ത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക, താഴോട്ടേക്ക് നീക്കുക. അവിടേക്ക് സബ്സ്ക്രൈബർ കൗണ്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ ഡിസേബിൾ ആക്കാം, എനേബിൾ ആക്കാം. അവിടേക്ക് മാനേജ് യൂട്യൂബ് അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. ആ മാനേജ് യൂട്യൂബ് അക്കൗണ്ട് അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമെന്നും അതുപോലെ തന്നെ യൂട്യൂബ് എന്നും ഒരു ഓപ്ഷൻ വരും. നിങ്ങളത്തെ ഏതൊക്കെ ബ്രൗസറുണ്ടോ അതൊക്കെ ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ക്രോം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും. ലാപ്ടോപ്പ് ആണെങ്കിൽ വരും, അല്ലെങ്കിൽ ഫോണാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ചെയ്ത് വെക്കുക.
അങ്ങനെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എനാബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ പേജിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങളങ്ങനെ തെറ്റി പോകുന്നു ഗൈസ്. ഡെസ്ക്ടോപ്പ് സൈറ്റ് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്നിട്ട് അവിടെ ഒന്ന് സൂം ചെയ്യുക, അങ്ങനല്ല ഒരു മാർക്ക് ചെയ്ത സ്ഥലത്ത്. അപ്പോൾ അവിടെ നിങ്ങൾ സൂം ചെയ്താൽ വ്യൂ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഓപ്ഷൻ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് ഇതിങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. കാരണം കാണാൻ പറ്റും എൻ്റെ ആ ഒരു ചാനലിൻ്റെ ഒരു URL കാണില്ല, സൂം ചെയ്ത് കാണിച്ചു തരാനല്ലേ. HTTP എന്നിട്ട് www.youtube.com/technicalbros എന്നിട്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെയല്ല വരിക. നിങ്ങൾക്ക് വരികയെന്ന് വെച്ചാൽ ഇത് അതുപോലെ ഇൻ്റർഫേസാണ് വരിക. അപ്പം സ്ക്രീൻഷോട്ട് കാണിച്ചു തരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് യു ആർ എലിജിബിൾ ഫോർ എ കസ്റ്റം URL എന്നിട്ട് ക്ലെയിം ഇറ്റ് ഹിയർ എന്നാണ് പറ്റും ആണല്ലേ. ആ ക്ലെയിം ഇറ്റ് ഹിയർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ അതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ ഞാൻ ഒരാളെ സ്ക്രീൻഷോട്ട് എടുത്ത ഒരാളെ നെയിമാണ് കാണുന്നത്, സുവിച്ചാർ ബായ്. അപ്പോൾ അയാളെ ചാനലിൻ്റെ ആ ഒരു നെയിം അവിടെ ഫസ്റ്റ് കാണാൻ പറ്റും. അത് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ സുവിച്ചാർ ബായ് എന്നല്ല അത് അയാളുടെ നെയിം അതിൻ്റെ സഫിക്സ് ഓഫ് യുവർ ചൂസിങ് കാണാൻ പറ്റും രണ്ടാമതായിട്ട്. നിങ്ങൾക്ക് നിങ്ങളെ ചാനലിൻ്റെ നെയിം വേറൊന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുപോലെ ഇൻ്റർഫേസാണ് വരിക രണ്ടാമതായിട്ട് കസ്റ്റമായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണമെന്നെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഓർ ഫ്യൂ ക്യാരക്ടേഴ്സ് എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒക്കെ അവിടെ കാണാൻ പറ്റും Bluestar443 എന്നുള്ള ഒരാളെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ഒരാൾ ഇതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട ഒന്ന് ക്ലിക്ക് ചെയ്യുക, വേണ്ടത് ആക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഐ അഗ്രി ടു ദ ടേംസ് ഓഫ് സർവീസസ് എന്നുള്ള ആ ഒരു ഭാഗം ടിക്ക് ചെയ്യുക. അത് ടിക്ക് ചെയ്തിട്ട് ചേഞ്ച് URL എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ ആ ഒരു URL ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 2-3 കൂടെയൊക്കെ ക്ലിക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ വേണമെങ്കിൽ. കാരണം ആ ഒരു പേജിൽ നിന്ന് പിന്നെ ഒന്ന് റീഫ്രഷ് ആയി ഒന്നുകൂടി വരും. കാരണം ആ ഒരു പേര് ആ ഒരു URL ഓപ്പൺ ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യണം, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു URL നിങ്ങൾക്ക് കസ്റ്റം URL നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്നില്ല വെച്ചാൽ നിങ്ങൾ ഈ URL പിന്നീട് ക്രിയേറ്റ് ചെയ്യാം, പിന്നീടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിലേക്ക് വരുന്നുണ്ട്. ദിവസവും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ കൊറോണയും അങ്ങനത്തെ ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പുരേന്ന് വീട്ടിൽ നിന്ന് ബോറടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഒരു ദിവസവും ഇങ്ങനെ യൂട്യൂബേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളതേ നെയിമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ URL വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ URL വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു URL വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറൊരു URL നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു URL വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ URL നിങ്ങൾ പിന്നീട് മാറ്റാൻ പറ്റില്ല, കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു URL വെക്കുന്നതാണെങ്കിൽ അതിൽ ഉറപ്പിക്കണം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഒരുപാട് ടെക്നോളജി വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.